നമ്മുടെ കാലിൽ കുഴിനഖം വരാറുണ്ടല്ലേ? നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കുഴിനഖം എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം കേട്ടോ. ഒരു നാരങ്ങയും കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് എണ്ണയും ഉണ്ടെങ്കിൽ നമ്മുടെ നഖം പഴയ പോലെ ആരോഗ്യവാനാക്കാൻ പറ്റും കേട്ടോ. മഴക്കാലമായ പിന്നെ നോക്കണ്ട, കുഴിനഖം, വളങ്കടി ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് മടുക്കും നമ്മൾ. ഇതിനു വേണ്ടി നമുക്കൊരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം. ഈ ബേക്കിംഗ് സോഡ സൈഡ് സെല്ലുകൾ നീക്കം ചെയ്ത് നഖത്തിന് നല്ല വൃത്തിയും തിളക്കവും നൽകും കേട്ടോ. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയിലേക്ക് ഒരു നാരങ്ങ എടുക്കുക, അത് രണ്ടായി കട്ട് ചെയ്യണം. ഈ രണ്ടായി കട്ട് ചെയ്ത് അതിലൊരെണ്ണം നമ്മൾ ബേക്കിംഗ് സോഡയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് വരുന്നതും കാണാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങയിലുള്ള വിറ്റാമിൻ സി നമ്മുടെ നഖം ശക്തിപ്പെടുത്താനും വളരാനും സഹായിക്കുന്നതാണ്. ഇതിലുള്ള സിട്രിക് ആസിഡ് നഖത്തിൽ അടിഞ്ഞുകൂടിയ ചെളി, അഴുക്ക് എന്നിവ നീക്കം ചെയ്യാനും സഹായിക്കും കേട്ടോ. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലേക്ക് ഒരു നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിനകത്ത് മുക്കിയതിന് ശേഷം നമ്മുടെ കാലിൽ തൂത്ത് കൊടുക്കാം കേട്ടോ. കുഴിനഖമുള്ള ഭാഗത്തോട്ട് ഈ നാരങ്ങ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കാലിൻ്റെ സൈഡിലും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലൊന്ന് മുക്കിയിട്ട് കാലിൻ്റെ എല്ലാ സൈഡിലും കുഴിനഖമുള്ള ഭാഗത്ത് രണ്ട് സൈഡിലും ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കാലിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാമേ. ഇങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച തുടർച്ചയായി ചെയ്യുവാണെങ്കിൽ കാലിലെ കുഴിനഖം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പഴയതുപോലെ നല്ല ആരോഗ്യമുള്ള ഒരു നഖമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കുഴിനഖം ഉള്ളവരും കാലിൽ വളങ്കടി ഉള്ളവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ആരും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.